ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ലണ്ടൻ ട്രിപ്പിന്റെ വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ സീരീസ് ഇവിടെ തുടങ്ങിയാണ് കേട്ടോ. നമ്മൾ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചൊരു സീരീസാണ്. നമുക്ക് ലണ്ടൻ പോകണം. നമ്മൾ കഴിഞ്ഞ 3 വർഷമായിട്ട് നമ്മൾ ട്രൈ ചെയ്താണ്. ഇത്തവണയാണ് നമുക്ക് പോകാനായിട്ട് പറ്റും. നമ്മുടെ കൂടെ 2 ഫാമിലീസും കൂടെ ഉണ്ട് കേട്ടോ. നമ്മൾ 3 ഫാമിലിയാണ് ഒന്നിച്ച് പോകുന്നത്. നമ്മൾ അതിരാവിലെ തന്നെ ഇറങ്ങി കേട്ടോ. നമ്മൾ മാഞ്ചസ്റ്റർ ടു ലണ്ടൻ ആണ് പോകുന്നത്. ബസ്സിനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ മാഞ്ചസ്റ്റർ പോകാനായിട്ട് തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു ട്രാമിന് ഒരു 20 മിനിറ്റ്സ് ജേർണി ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ട്രാം സ്റ്റേഷനിലാണ്. അങ്ങനെ നമ്മൾ ട്രാമിൽ കയറി ഇവിടുന്ന് 20 മിനിറ്റ്സിനകത്ത് നമ്മൾ ബസ് സ്റ്റേഷനിൽ എത്തും കേട്ടോ. അതിരാവിലെ ആയതുകൊണ്ട് തന്നെ ട്രാമിൽ ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല. നമ്മുടെ ഒരു ബോഗിയിൽ നമ്മൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ നോക്കി നിൽക്കി നമ്മൾ ബസ് സ്റ്റേഷനിൽ എത്തി. അപ്പോൾ ഒരു ഫാമിലിയും കൂടെ ഉണ്ട്. അപ്പോൾ അവരും കൂടി നമ്മളെ ജോയിൻ ചെയ്തു. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ അന്നക്കുട്ടിയാണ്. അപ്പം അന്ന ഉണ്ട്. പിന്നെ ഇത് ബസ്സിയാണ്. അപ്പം ഇവരെല്ലാവരും നമ്മുടെ വീഡിയോയിൽ ഇനി അങ്ങോട്ട് ഉടനീളം നിങ്ങൾ കാണുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബസ് എത്തിക്കഴിഞ്ഞു കേട്ടോ. അപ്പം നമ്മൾ ഇനി ബസ്സിൽ കയറാൻ പോവാണ്. നമ്മുടെ റിസർവ്ഡ് ആണ് നമ്മുടെ സീറ്റ്സ് ഒക്കെ തന്നെ. മാഞ്ചസ്റ്റർ ടു ലണ്ടൻ ആണ് നമ്മൾ പോകുന്നത്. നല്ല തിരക്ക്, ബസ് ഫുൾ ആളുണ്ടായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. ഒരു സമ്മർ സീസൺ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. എല്ലാവരും ട്രിപ്പ് പോകുന്നവരൊക്കെ തന്നെയാണ്. അങ്ങനെ നമ്മൾ 2 മണിക്കൂർ ട്രാവൽ ചെയ്തതിന് ശേഷം നമ്മുടെ ബസ് ഇപ്പോൾ ഒരു ബ്രേക്ക് നിർത്തിയിരിക്കുകയാണ്. ഒരു 20 മിനിറ്റ്സ് ബ്രേക്ക് ഉണ്ട്. അപ്പോൾ ആ ഒരു സമയം നമുക്ക് ടോയ്ലറ്റ് പോകാനായിട്ടും പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടൊക്കെ യൂസ് ചെയ്യാം. അങ്ങനെ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഇനി നമുക്കൊരു 2 അവേഴ്സാണ് പോകാനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഔട്ടർ വിഷ്വൽസ് ഒത്തിരി ഒന്നും ഉൾപ്പെടുത്തുന്നില്ല, എങ്കിലും ഒരുപാട് ലെങ്തി ആയി പോകും ഈ ഒരു വീഡിയോ. പുറത്ത് നല്ല ക്ലൈമറ്റ് ആയി മാറുന്നുണ്ട്. രാവിലെ ഇറങ്ങിയ സമയത്ത് അല്പം മഴയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ബസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ച് സമയം മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു ഇനി അങ്ങോട്ട് മഴയാകുമോ എന്ന്. എനിവേ ഇപ്പം നല്ല ക്ലൈമറ്റ് മാറി വരുന്നുണ്ട്. കുറച്ച് ക്ലൗഡി ആണെങ്കിലും മഴയൊന്നും ഇല്ല ഇപ്പോൾ. ഇനി നെക്സ്റ്റ് അങ്ങോട്ടും ലണ്ടനിൽ നല്ല ക്ലൈമറ്റ് ആണ് കാണിക്കുന്നത്. കുട്ടികളെല്ലാവരും തന്നെ നല്ല എക്സൈറ്റഡ് ആണ് ലണ്ടനിൽ പോകാനായിട്ട്. അതുകൊണ്ട് ആർക്കും ഉറങ്ങുക പോലും വേണ്ട. എല്ലാവരും നല്ല എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. എപ്പോഴാണ് എത്തുക എന്നാണ് ചോദ്യം. എത്ര സമയം കൂടി ഇരിക്കണം എന്നൊക്കെയാണ് എല്ലാവരും ചോദിക്കുന്നത്. ഇപ്പോൾ നമ്മളിത് ഏകദേശം ഔട്ടർ ലണ്ടനിൽ എത്തിക്കഴിഞ്ഞു. ഇനി ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ നമ്മൾ വിക്ടോറിയ സ്റ്റേഷനിൽ എത്തുന്നതാണ്. ഇവിടെയുള്ള കുറച്ച് വിഷ്വൽസ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. കാരണം ലണ്ടന്റെ ഔട്ട്സ്കേർട്സ് ഒക്കെ ഒന്ന് കാണാമെന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ ഇവിടെ മുതലേ നല്ല തിരക്കാണ് കേട്ടോ. അത്യാവശ്യം റോഡിലൊക്കെ ട്രാഫിക് ആയി തുടങ്ങിയിട്ടുണ്ട്. സമ്മർ സീസൺ ആയതുകൊണ്ട് തന്നെ ഇപ്പം നല്ല തിരക്കുള്ള സമയമാണ്. ഒരുപാട് ആളുകൾ നമ്മളെപ്പോലെ തന്നെ ഇതുപോലെ കറങ്ങാനായിട്ടും അതുപോലെ സ്കൂൾ വെക്കേഷനും കൂടി ആയതുകൊണ്ട് ധാരാളം ആളുകൾ വരുന്നൊരു സമയമാണ്. അതിന്റെ തിരക്ക് റോഡിൽ നന്നായിട്ട് തന്നെ അറിയാനുണ്ട്. അപ്പോഴേക്കും വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് റോഡിന് 2 സൈഡിലുമായിട്ട്. ലണ്ടൻ എത്തിയപ്പോഴേക്കും എന്തായാലും ഒരു കാര്യത്തിൽ ആശ്വാസമായി. മഴയൊന്നും ഇല്ല, അല്പം ക്ലൗഡി ആണെന്ന് മാത്രം. ബസ് ഇറങ്ങിയാൽ നമ്മൾ നേരെ വിക്ടോറിയ ട്രെയിൻ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. നമ്മൾ അക്കോമഡേഷൻ എടുത്തിരിക്കുന്നത് ഔട്ടർ ലണ്ടനിലാണ്. അപ്പോൾ അവിടെ പോകണമെങ്കിൽ നമുക്ക് ട്യൂബിൽ കയറി വേണം പോകാൻ. നമ്മൾ ബാർക്കിംഗ് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ അക്കോമഡേഷൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു വിക്ടോറിയ സ്റ്റേഷനിൽ നിന്ന് ഒരു 30 മിനിറ്റ്സ് ജേർണി ഉണ്ട് ട്യൂബിൽ. അങ്ങനെ പോകുമ്പോഴാണ് നമ്മൾ ഈ ഒരു സംഭവം കാണുന്നത്. ഇത് നമ്മുടെ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ്, ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയം. അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. 1983 വേൾഡ് കപ്പ് ഇന്ത്യ ജയിച്ചത് ഇവിടെ വെച്ചാണ്. അപ്പോൾ അതാണ് ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ഓരോ ഇന്ത്യൻസിനും അഭിമാനം പകരുന്ന ഒരു കാഴ്ചയാണിത്. അങ്ങനെ നമ്മൾ ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയം ഒക്കെ കണ്ട് നമ്മൾ അങ്ങനെ പോവുകയാണ്. അപ്പോൾ അതിന്റെ ചുറ്റുമാണ് ഈ ബസ്സിനൊരു ടേൺ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സ്റ്റേഡിയം ഫുള്ള് 4 വശത്തു നിന്നുള്ള വ്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല വലിയൊരു സ്റ്റേഡിയം തന്നെയാണ്. ഇപ്പോഴും ക്രിക്കറ്റ് സജീവമായിട്ട് നടക്കുന്ന ഒരു സ്റ്റേഡിയം തന്നെയാണിത്. അപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ ബസ് സ്റ്റേഷനിൽ എത്തുന്നതാണ്. വിക്ടോറിയ സ്റ്റേഷനിലാണ് നമ്മൾ ഇറങ്ങുന്നത്. അവിടുന്ന് നേരെ നമ്മൾ പോകുന്നത് വിക്ടോറിയ ട്രെയിൻ സ്റ്റേഷനിലേക്കാണ്, റെയിൽവേ സ്റ്റേഷൻ. അവിടുന്ന് ട്യൂബിലാണ് നമ്മൾ നമ്മുടെ അക്കോമഡേഷനിലേക്ക് പോകുന്നത്. അപ്പം നമുക്ക് ചെക്ക് ഇൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ ലഗേജ് ഒക്കെ അവിടെ നമുക്ക് കൊണ്ടുവയ്ക്കണം. എന്നിട്ട് നമ്മൾ തിരിച്ച് വൈകുന്നേരത്തേക്ക് ഇവിടെ വരണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇന്ന് വൈകിട്ടുള്ള ക്രൂയിസ് ട്രിപ്പ് ഉണ്ട്, അതിൽ നമുക്ക് കയറേണ്ടതാണ്. അപ്പോൾ ട്യൂബ് ജേർണിയെ കുറിച്ചുള്ള വീഡിയോ ഒക്കെ ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല. അതും കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഒരുപാട് ലെങ്തി ആയി പോകും വീഡിയോ. ട്യൂബ് എന്ന് പറയുന്ന സംവിധാനം അണ്ടർഗ്രൗണ്ടിൽ കൂടി ഓടുന്ന ട്രെയിനുകളാണ്. അപ്പോൾ അത് ലണ്ടനിൽ മാത്രമാണ് ഈ ഒരു ട്യൂബ് സംവിധാനം ഉള്ളത്. അത് ശരിക്കും ഔട്ടർ ലണ്ടനെ ഇന്നർ ലണ്ടനുമായിട്ട് കണക്ട് ചെയ്യുന്നതും അതുപോലെ ലണ്ടനുള്ളിലുള്ള സിറ്റികളെ തമ്മിൽ വളരെ എളുപ്പത്തിൽ ബന്ധിക്കുന്നതുമായിട്ടുള്ളൊരു ശൃംഖലയാണ്. ഭയങ്കര സ്പീഡിൽ ഓടുന്ന ട്രെയിനുകളാണ്. അണ്ടർഗ്രൗണ്ടിൽ കൂടി ആയതുകൊണ്ട് തന്നെ ട്രാഫിക്കിന്റെ യാതൊരു വിധമായ പ്രശ്നങ്ങളോ വെയിറ്റിങ്ങുകളോ ഒന്നുമില്ല. ഓരോ 30 സെക്കൻഡ്സിനും ട്യൂബുകൾ വന്നും പോയിക്കൊണ്ടിരിക്കും. വളരെ വിശാലമായൊരു സംവിധാനം തന്നെയാണ്. ഡ്രോബാക്കുകളും ഉണ്ട്, എങ്കിലും എടുത്തു പറയേണ്ടത് അതിന്റെ പോസിറ്റീവ് സൈഡ് തന്നെയാണ്. കാരണം ലണ്ടനിലുള്ള തിരക്കെന്ന് പറയുന്നത് നമുക്കൊക്കെ ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിലും അപ്പുറമാണ്. അത്രമാത്രം ജനങ്ങളാണ് ഓരോ സെക്കൻഡിലും ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനവും ഇന്നില്ല. ട്യൂബ് മാത്രമാണ് ഏക ഓപ്ഷൻ. അത്രയും നല്ല മറ്റൊരു ഉപാധി വേറൊന്നും തന്നെ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ട്യൂബുകൾക്ക് മേന്മയാണ് കൂടുതലും. അങ്ങനെ നമ്മൾ ബസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ബസ് സ്റ്റേഷനകത്തുള്ള നമുക്ക് വിഷ്വൽസ് ഒന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ലഗേജ് ഒക്കെ എടുക്കാനായിട്ട് നമ്മൾ തിരക്കായിരുന്നു. അങ്ങനെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് വിക്ടോറിയ റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ നമ്മുടെ അക്കോമഡേഷനിൽ പോയിട്ട് നമ്മളൊന്ന് ഫ്രഷപ്പ് ആയിട്ട് തിരിച്ചു വരും. ഈ കാണുന്നതാണ് വിക്ടോറിയ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. വലിയ സ്റ്റേഷനാണ്. ഇതിന്റെ അണ്ടർഗ്രൗണ്ടിലാണ് നമുക്ക് ട്യൂബ് സ്റ്റേഷൻ ഉള്ളത്. നമുക്ക് അവിടേക്കാണ് ഇനിയും പോകേണ്ടത്. അപ്പം നമ്മൾ അതിന്റെ വീഡിയോ ഒന്നും ഞാൻ ഉൾപ്പെടുത്തുന്നില്ല. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അതൊക്കെ ചെയ്യുന്നതാണ്.
ഇനി നമുക്ക് നമ്മുടെ അക്കോമഡേഷനിൽ പോയിട്ട് ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം നമ്മുടെ ലഗേജ് ഒക്കെ വെച്ചതിന് ശേഷം നമ്മളൊന്ന് ഫ്രഷപ്പ് ആയിട്ട് തിരിച്ചു വരും. അപ്പൊ നമ്മളെ ലഗേജ് ഒക്കെ വെച്ചതിന് ശേഷം ഇപ്പൊ നമ്മൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ നമ്മളെ ലണ്ടനിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ പുറത്തേക്കുള്ള ഫസ്റ്റ് വിഷ്വൽസ് കാണാനായിട്ട് നമ്മൾ ഇറങ്ങുകയാണ്. ഇന്ന് ആദ്യം നമ്മൾ പോകുന്നത് വെസ്റ്റ്മിനിസ്റ്റർ പിയറിലേക്കാണ്. അവിടെ ക്രൂയിസ് ട്രിപ്പ് ആണ് നമ്മൾ ഇന്ന് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് വിഷ്വൽസ് ഓഫ് ലണ്ടൻ ഇതാണ്. ഹായ്, നമ്മളിപ്പോ നിൽക്കുന്നത് എവിടെയാണെന്ന് കാണിച്ചു തരാം. ലണ്ടൻ ഐയുടെ ഫ്രണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ഫസ്റ്റ് വിഷ്വൽസ് ഫ്രം ലണ്ടൻ. അങ്ങനെ ഫൈനലി നമ്മൾ ലണ്ടൻ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഇവിടെ ഫസ്റ്റ് വ്യൂ ആണ് ഈ കാണുന്നത്. അപ്പം നമ്മൾ ഇങ്ങോട്ടേക്കാണ് വെസ്റ്റ്മിനിസ്റ്ററിൽ ഇറങ്ങിയിട്ട് നമ്മൾ ഇവിടേക്കാണ് ആദ്യം വന്നത്. വെസ്റ്റ്മിനിസ്റ്ററിലാണ് ഒരുമാതിരി എല്ലാ അട്രാക്ഷൻസും തന്നെ എന്ന് പറയാം. മോസ്റ്റ് ഓഫ് ദി അട്രാക്ഷൻസ് ഉള്ളത് വെസ്റ്റ്മിനിസ്റ്ററിലാണ്. അങ്ങ് ദൂരെ കാണുന്നത് ബിഗ് ബെൻ ആണ്. ഇവിടെ കാണുന്നത് ലണ്ടൻ ഐ ആണ്. ഈ നടുക്കൂടെ പോകുന്ന റിവറാണ്, റിവർ തേംസ് എന്ന് പറയുന്നത്. ഇതിലൂടെയാണ് നമ്മൾ ക്രൂയിസിൽ പോകുന്നത്. ആ കാണുന്ന ബോട്ടൊക്കെ ക്രൂയിസുകളാണ്. ക്രൂസിൽ കയറാനായിട്ടും നല്ല ക്യൂ ആണ്. അതിന് നമ്മൾ നെക്സ്റ്റ് സൈഡിലാണ് പോകേണ്ടത്. നല്ല ക്ലൈമറ്റ് ആണ് ഇപ്പോൾ. കുറച്ച് ക്ലൗഡി ആണെന്നേ ഉള്ളൂ. അത് കാരണം വെയിലൊന്നും ഇല്ല. പക്ഷെ നന്നായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒട്ടും ചൂടും ഫീൽ ചെയ്യുന്നില്ല വെയിലില്ലാത്തത് കൊണ്ട് തന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ലെങ്ത് ആക്കുന്നില്ല. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പം ഈ പിയറിലെ കാഴ്ചകളും ആ ക്രൂസിന്റെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. See you next video. Bye.